അപ്പോൾ 3 ബാർ പ്രഷറിൽ അല്ലെങ്കിൽ 30 മീറ്റർ ഹെഡിൽ ഈ മോട്ടറിൻ്റെ പെർഫോമൻസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാ പിടിച്ച പൈപ്പ് പിടിച്ച് നിർത്താൻ പറ്റില്ല, നമുക്ക് അത്രയ്ക്ക് പെർഫോമൻസ് ആണ് ഈ പമ്പിന്. നിങ്ങൾക്ക് 1.5 HP വെള്ളത്തിനടിയിൽ ഉപയോഗിക്കുന്ന ഒരു സബ്മേഴ്സിബിൾ പമ്പ് വേണം. എന്നാൽ നിങ്ങൾക്കത് കൃഷി ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റണം. 2, 3, 4 ഇനി 5 നില വരുന്ന നിങ്ങളുടെ ബിൽഡിങ്ങിൻ്റെ ഉയരത്തിലേക്ക് എത്തിക്കാൻ പറ്റണം. ഇനി നിങ്ങൾക്ക് അത് തന്നെ വെച്ചിട്ട് സ്പ്രിംഗ്ലർ ഉപയോഗിക്കാൻ പറ്റണം. ഇങ്ങനെ പല പല ആവശ്യങ്ങൾക്കായിട്ട് ഒരൊറ്റ പമ്പ് ഉപയോഗിക്കാൻ പറ്റുമോ? അങ്ങനെ ഉപയോഗിക്കാൻ പറ്റുന്ന ക്ലാസിക്കിൻ്റെ CLS 90A എന്ന് പറഞ്ഞ ഒരു അടിപൊളി പ്രൊഡക്റ്റിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ആണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും നമസ്കാരം. ഞാൻ അൽദോസ്. തുണ്ടത്തിൽ റേഡേഴ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 1.5 HP വെള്ളം കൂടുതലുള്ള ഒരു പമ്പ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് 1.5 ഇഞ്ച് ഡെലിവറി സൈസുള്ള ഒരു പമ്പാണ്. എന്നാൽ അതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ട് 1.25 ഇഞ്ച് ഡെലിവറി സൈസാണ് കമ്പനി ഇതിന് കൊടുത്തിരിക്കുന്നത്. അതായത് 1.5 HP ഒരു സബ്മേഴ്സിബിൾ പമ്പിൽ 1.25 ഇഞ്ച് സെക്ഷൻ 1.25 ഇഞ്ച് ഡെലിവറി സൈസിൻ്റെ ഡിസൈനിലാണ് ഈ പമ്പ് വരുന്നത്. ഇത് ഒരു ഹൈ ഹെഡ് പമ്പുമാണ്, എന്നാൽ ഇതൊരു ഹൈ ഡിസ്ചാർജ് പമ്പുമാണ്. ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഈ മോട്ടർ 35 മീറ്ററിന് മുകളിലേക്ക് ആവശ്യമുള്ള ഒരു സൈറ്റ് ഹെഡിലേക്ക് ഉപയോഗിക്കാൻ പറ്റും. എന്നാൽ ഇതേപോലെ കൂടുതൽ ഉയരത്തിലേക്ക് വെള്ളം എത്തിക്കാൻ സാധിക്കുന്ന പമ്പുകളെല്ലാം വെള്ളം കുറവുള്ള പമ്പുകളായിരിക്കും. ഈ പമ്പിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, ഇത് 27 മീറ്റർ ഉയരത്തിൽ കൊടുത്തു കഴിഞ്ഞാൽ 1 മണിക്കൂറിൽ 11,000 ലിറ്റർ വെള്ളം തള്ളാൻ കപ്പാസിറ്റി ഉള്ളൊരു മോഡലാണ്. അപ്പോൾ ഇത് ഹൈ ഹെഡ് പമ്പുമാണ്, എന്നാൽ ഇതൊരു ഹൈ ഡിസ്ചാർജ് പമ്പാണ്. അതിൻ്റെ ഒരു കോമ്പിനേഷൻ എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. പമ്പിൻ്റെ ഓവറോൾ കൺസ്ട്രക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ ഇത് സ്റ്റെയിൻലെസ് സ്റ്റീൽ ബോഡിയാണ്, സ്റ്റെയിൻലെസ് സ്റ്റീൽ ഷാഫ്റ്റാണ്, സ്റ്റെയിൻലെസ് സ്റ്റീൽ ഇമ്പലറാണ്, SS വേഴ്സസ് കാർബൺ പാഡാണ് വരുന്നത്. ഇതിൻ്റെ ഓവറോൾ പ്രഷർ മാനേജ്മെൻറ്റിനായിട്ട് ഇതിനൊരു ഡയഫ്രം കൊടുത്തിട്ടുണ്ട്, 10 മീറ്റർ കേബിൾ വരുന്നുണ്ട്, പാനൽ ബോർഡ് വരുന്നുണ്ട്, എല്ലാ സിസ്റ്റവും വരുന്നുണ്ട്. ഇനി എല്ലാവരും ചോദിക്കുന്ന ഒരു സംശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിപ്പോൾ 1.25 ഇഞ്ചാണ്, ഞങ്ങൾക്ക് അവിടെ കിടക്കുന്ന പൈപ്പ് 1.5 ഇഞ്ചാണ്, നമുക്ക് ആ 1.5 ഇഞ്ചിലേക്ക് ഇത് കൺവേർട്ട് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും ഉപയോഗിക്കാൻ പറ്റും. അതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾക്കിത് 1.25 ഇഞ്ച്, 1.5 ഇഞ്ച്, 2 ഇഞ്ച്, 2.5 ഇഞ്ച് ഏത് ഹയർ സൈസിലേക്ക് ഉപയോഗിക്കാം. പൈപ്പ് സൈസ് വലുതാവും തോറും നിങ്ങളതിന് നോൺ റിട്ടേൺ വാൽവ് ഇതിൻ്റെ ഡെലിവറി സൈഡിൽ വെച്ച് കൊടുക്കുക. രണ്ടാമത്തെ കാര്യം, പൈപ്പ് സൈസ് വലുതാവും തോറും ഇതിൻ്റെ മിനിമം ഹെഡ് എന്നുള്ളൊരു കാര്യം വളരെ ശ്രദ്ധിക്കണം. ഉദാഹരണത്തിന് നിങ്ങളിതൊരു 1.25 ഇഞ്ച് പൈപ്പാണെങ്കിൽ നിങ്ങൾക്കിത് 12 മീറ്റർ മുതൽ 35, 36, 37 മീറ്റർ വരെ ഉപയോഗിക്കാൻ പറ്റും. എന്നാൽ നിങ്ങൾ ഉപയോഗിക്കുന്ന സൈസ് 2 ഇഞ്ചോ അതിൽ അധികമോ സൈസുള്ള പൈപ്പാണെങ്കിൽ ഇതിന് ഒരു മിനിമം 15 മുതൽ 20 മീറ്റർ വരെ മിനിമം ഹെഡ് കൊടുക്കേണ്ടി വരും. ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ടെസ്റ്റിങ്ങിലൂടെ എന്താണ് ഉദ്ദേശിച്ചതെന്ന് ഞാൻ വളരെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാം. 16 ആംസ് വരുന്നൊരു MCBയും 72 MFD വരുന്നൊരു കപ്പാസിറ്ററുമാണ് കമ്പനി ഇതിന് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ കൂടെ 10 മീറ്റർ കേബിൾ വരുന്നുണ്ട്. നമ്മളതിലേക്കുള്ള ഫേസ് ന്യൂട്രൽ RYB കണക്ഷൻ കൊടുത്തു. ഇനി നമുക്കിതിൻ്റെ പെർഫോമൻസ്, കറണ്ട്, ഡിസ്ചാർജ് തുടങ്ങിയ എല്ലാ കാര്യങ്ങളൊന്നും ചെക്ക് ചെയ്ത് നോക്കാം. ഇതൊരു വാട്ടർ കൂൾഡ് പമ്പാണ്. നമ്മൾ മോട്ടറിൻ്റെ അകത്ത് ഓൾറെഡി വെള്ളം ഫില്ല് ചെയ്തു. ഇനി നമുക്ക് നമ്മുടെ ടെസ്റ്റിങ്ങിന് ആവശ്യമായിട്ടുള്ള ഡെലിവറി പൈപ്പ്, ഗേജ് കാര്യങ്ങളെല്ലാം നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി എന്താണ് നമ്മൾ ഈ മിനിമം ഹെഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, എന്താണ് ഫുൾ ഓപ്പണിംഗ് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഞാൻ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. അപ്പോൾ നമ്മുടെ മോട്ടർ ഇതാ നമ്മുടെ ടെസ്റ്റിംഗ് ടാങ്കിലേക്ക് പോവുകയാണ്. ഇത് വളരെ ചെറിയൊരു ഉയരത്തിൽ മാത്രമാണ് ഉപയോഗിക്കുന്നത്. ഈ ഒരു സമയത്ത് ഇതിൻ്റെ ഡിസ്ചാർജ് വളരെ കൂടുതലായിരിക്കും. ഇതിൻ്റെ മാക്സിമം ഡിസ്ചാർജാണ്, ഈ പമ്പിന് തരാൻ പറ്റുന്ന മാക്സിമം ഡിസ്ചാർജാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് ഏറ്റവും ചെറിയ പോയിൻറ്റിലായിരിക്കും. 11.7, 11.6 റേഞ്ചിലാണ് ഈ മോട്ടറിൻ്റെ മാക്സിമം ലോഡ്. ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചറിയാം, ഞാൻ ആകെ ഈ മോട്ടറിന് കൊടുത്തിരിക്കുന്ന വെള്ളത്തിൽ നിന്നുള്ള ആകെ ഉയരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 മീറ്റർ കഷ്ടി ഉയരം ഉണ്ടാവും. എന്നാൽ ഇതിൻ്റെ ഗേജിൽ കാണിക്കുന്നത് 1/2 ബാർ ലോസാണ്. അതായത് ഇതിപ്പോൾ 5 മീറ്റർ ഉയരത്തിലാണ് വർക്ക് ചെയ്യുന്നതെന്നാണ് പമ്പ് പറയുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഗേജ് പറയുന്നത്. അതിനുള്ള കാരണമാണ് ഫ്രിക്ഷൻ ലോസ്. ഈ മോട്ടോർ ഒരു ഹൈ ഡിസ്ചാർജ് പമ്പാണ്. ഇതിന് നമ്മൾ 1.25 ഇഞ്ചിൻ്റെ പൈപ്പ് കൊടുത്തു കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ ഒരു ചെറിയ ഉയരത്തിൽ തന്നെ അതിന് 1/2 ബാർ ലോസ് വരുന്നുണ്ട്. ഈ ലോസ് കുറയ്ക്കാൻ വേണ്ടിയാണ് നമ്മൾ പൈപ്പിൻ്റെ വലിപ്പം കൂട്ടാൻ പറയുന്നത്. അതായത് ഹയർ സൈസ് ആകുമ്പോൾ ഈ കാണുന്ന 1/2 ബാർ എന്നുള്ളത് ചെറുതാവും. ഇനി നമ്മളിത് 1 ഇഞ്ച് പൈപ്പിലേക്ക് ചെറുതാക്കിയെന്ന് വിചാരിക്കുക, നമ്മൾ റെഡ്യൂസ് ചെയ്ത് ഉപയോഗിക്കാൻ നേരത്ത് നമ്മുടെ ഫ്രിക്ഷൻ ലോസ് വളരെ കൂടുതലായിരിക്കും. ഇതേ ഹെഡിൽ തന്നെ ഈ പമ്പിന് നിങ്ങൾക്ക് ചിലപ്പോൾ 10 മീറ്ററോ 12 മീറ്ററോ വരെ ഫ്രിക്ഷൻ ലോസ് കാണിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ എപ്പോഴും ഡിസ്ചാർജ് കൂടുതലുള്ള പമ്പുകൾക്ക് റെക്കമെൻഡഡ് സൈസോ അല്ലെങ്കിൽ അതിൻ്റെ മേലെയുള്ള സൈസ്, നെക്സ്റ്റ് സൈസോ അതിൻ്റെ മേലെയുള്ള സൈസോ നിങ്ങളുടെ ദൂരമോ ഉയരമോ അനുസരിച്ച് നിങ്ങൾക്ക് ഡിസൈൻ ചെയ്യാം. അപ്പോൾ എല്ലാവരും പറയാൻ സാധ്യതയുള്ളൊരു കാര്യം, നിങ്ങളിതൊരു ചെറിയ പൈപ്പ് കൊടുത്ത് വാൽവ് ഫുൾ ഓപ്പണിങ്ങിൽ ഇട്ട് കഴിഞ്ഞാൽ ഏതൊരു പമ്പിന് ഡിസ്ചാർജ് കിട്ടാൻ സാധ്യതയുണ്ട്. അത് വളരെ ശരിയായിട്ടുള്ളൊരു കാര്യമാണ്. നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് ഈ പമ്പിൻ്റെ പീക്ക് ലെവലിലുള്ള പെർഫോമൻസ് ആണ്. ഉദാഹരണത്തിന് നമുക്കൊരു 30 മീറ്ററിൻ്റെ മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു 28 മീറ്റർ റേഞ്ചിലേക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പമ്പിന് തരാൻ പറ്റുന്ന ഡിസ്ചാർജാണ് നമ്മളൊന്ന് ചെക്ക് ചെയ്യാൻ പോകുന്നത്. നമുക്കത് ലോഡ് ചെയ്യാം. കമ്പനി പറയുന്നത് 27 മീറ്ററിൽ ഇതിന് 11,000 ലിറ്റർ വെള്ളം തരാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതാ ഈ പമ്പിൻ്റെ 27 മീറ്റർ ഹെഡിലുള്ള ഡിസ്ചാർജാണ് നിങ്ങൾ കാണുന്നത്.
നമുക്കിത് അളക്കാനൊരു വഴിയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നോർമലി നമ്മൾ ബക്കറ്റൊക്കെ വെച്ചാണ് അളക്കുന്നത്. ആ ഒരു വഴിയൊന്നും ഇതിൽ നടക്കില്ല. കാരണം അത് ഭയങ്കര ഹൈ ഡിസ്ചാർജ് ആയിട്ടാണ് പമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഞാനിതിന് ശ്രദ്ധിച്ച ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് സെൻട്രിഫ്യൂഗൽ പമ്പ് ആണെങ്കിൽ കൂടെ ഇതിന് നമുക്ക് ഫുൾ ഓപ്പണിങ്ങിനേക്കാൾ അല്പം കറണ്ട് കൂടുതലാണ് ഇതിനിപ്പോൾ പമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് നമുക്ക് ആദ്യം 11.3 11.5 കിട്ടിയ സ്ഥാനത്ത് ഇപ്പോൾ 12.2 12.3 ആമ്പിയർ 0.6 0.7 വേരിയേഷൻ ഇപ്പോൾ കൂടുതൽ കാണിക്കുന്നുണ്ട്. എന്നാൽ നമ്മൾ അടുത്തൊരു പോയിന്റിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അത് വീണ്ടും താഴോട്ട് വരും. നോർമൽ സെൻട്രിഫ്യൂഗൽ പമ്പ് പോലെ ആക്ട് ചെയ്യുകയും ചെയ്യും. അതാണ് ഞാൻ ഇതിന് കണ്ടൊരു പ്രത്യേകത എന്ന് പറയുന്നത്. ഞാനിതിൻ്റെ തുടക്കത്തിലേ പറഞ്ഞു, നമുക്കിത് സ്പ്രിംഗ്ലറിൻ്റെ ആവശ്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റും. നിങ്ങളിപ്പോൾ മൈക്രോ സ്പ്രിംഗ്ലറോ ചെറിയ സർക്കിളിൽ കറങ്ങുന്ന സ്പ്രിംഗ്ലറൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 1 ബാർ 1.5 ബാർ പ്രഷറേ അതിനാവശ്യമായിട്ടുള്ളൂ. ഒരെണ്ണത്തിന് ആവറേജ് ഒരു 500 ലിറ്ററൊക്കെ ഡിസ്ചാർജും മതിയാവും. അപ്പോൾ എത്ര എണ്ണമാണ് ഒരേ സമയത്ത് വർക്ക് ചെയ്യുന്നത് എന്ന് നോക്കുക. ഇനി നിങ്ങൾ വലിയ റേഡിയസ് വരുന്ന സ്പ്രിംഗ്ലർ ആണെങ്കിൽ മിനിമം അതിന് 2 ബാർ പ്രഷർ വേണം. ഇപ്പോൾ നമ്മുടെ സൈറ്റിൻ്റെ ലോസ്, നമ്മുടെ കിണറിൻ്റെ ആഴത്തിൽ നിന്നെടുത്ത് പൈപ്പിൻ്റെ ലോസ് എല്ലാം കൂട്ടുമ്പോൾ നിങ്ങൾക്ക് 10 മീറ്റർ വരുന്നുണ്ടെന്ന് വിചാരിക്കാം. അഡീഷണലായിട്ട് നിങ്ങളുടെ സ്പ്രിംഗ്ലറിൻ്റെ 2 ബാർ, അതായത് 20 മീറ്റർ കൂടെ ഹെഡ് കണക്കൂട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ മോട്ടറിന് 30 മീറ്ററിൽ തരാൻ പറ്റുന്ന വെള്ളത്തിൻ്റെ അളവ് 7000 ലിറ്ററാണ്. അതായത് ആവറേജ് ഒരു 2000 ലിറ്റർ വരുന്ന വലിയ സ്പ്രിംഗ്ലർ 3 എണ്ണം വർക്ക് ചെയ്യാനുള്ള പ്രഷർ ഇതിനുണ്ട്. ഒരുപക്ഷെ നിങ്ങൾക്ക് ഞാനിപ്പോൾ ജസ്റ്റ് ടാങ്കിലേക്ക് ആദ്യം പമ്പ് ചെയ്ത് കാണിച്ചു തരാം. ഇതാണ് ആ ഡിസ്ചാർജ്. പക്ഷേ ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ അത് മനസ്സിലായി എന്ന് വരില്ല. ഞാനത് പുറത്തേക്ക് പമ്പ് ചെയ്ത് കാണിക്കാം. അതായത് 3 ബാർ ലോഡ് ചെയ്യുമ്പോൾ എത്രത്തോളം വെള്ളമായിരിക്കും ഈ പമ്പ് പുറത്തേക്ക് തള്ളുക എന്നുള്ളത് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ 3 ബാർ പ്രഷറിൽ അല്ലെങ്കിൽ 30 മീറ്റർ ഹെഡിൽ ഈ മോട്ടറിൻ്റെ പെർഫോമൻസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാ പിടിച്ച പൈപ്പ് പിടിച്ച് നിർത്താൻ പറ്റില്ല. നമുക്ക് അത്രയ്ക്ക് പെർഫോമൻസ് ആണ് ഈ പമ്പിന്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചറിയാം, നമ്മളിപ്പോൾ 30 മീറ്റർ ഹെഡിലേക്ക് കൊടുക്കാൻ നേരത്ത് ഈ പമ്പ് നമ്മുടെ ഇനീഷ്യലായിട്ട് എടുത്തുകൊണ്ടിരുന്ന കറണ്ട്, അതായത് 11.5 11.4 റേഞ്ചിലേക്ക് തിരിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഏറ്റവും ഫുൾ ഓപ്പണിങ്ങിൽ അടിക്കാൻ നേരത്ത് കറണ്ട് കുറവ്, ഒരു പോയിൻ്റ് വരെ കറണ്ട് കൂടുന്നു. അതിനുശേഷം കറണ്ട് കുറഞ്ഞ് നമ്മുടെ നോർമൽ സെൻട്രിഫ്യൂഗൽ പമ്പ് പോലെയാണ് നിലവിൽ ഇതിപ്പോൾ ആക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്കറിയേണ്ടത് ഇത് പ്രാക്ടിക്കലി എത്ര മീറ്റർ വരെ യൂസ് ചെയ്യാൻ പറ്റും, അതായത് മാക്സിമം എത്ര ഹെഡ് വരെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അതിൽ കിട്ടുന്ന ഏകദേശം വെള്ളത്തിൻ്റെ അളവ് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഞാനിത് മാക്സിമം എത്ര ഹെഡിലേക്ക് ഉപയോഗിക്കാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതിപ്പോൾ 35 മീറ്റർ ഹെഡിലുള്ള ഡിസ്ചാർജാണ്. ഏകദേശം 5000 ലിറ്ററിനടുത്ത് വെള്ളമാണ് 35 മീറ്ററിൽ പറയുന്നത്. ഒരു 38 മീറ്ററൊക്കെ ആയി കഴിഞ്ഞപ്പോൾ താരതമ്യേന നന്നായിട്ട് വെള്ളത്തിൻ്റെ അളവ് കുറഞ്ഞിട്ടുണ്ട്. ഇതിപ്പോൾ പ്രാക്ടിക്കലി ഒരു 3000 ലിറ്ററൊക്കെ വെള്ളം കിട്ടാൻ സാധ്യതയുണ്ട്. 40 മീറ്ററിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ തീരെ വെള്ളം കുറഞ്ഞു. അതായത് ഒരു 1500 ലിറ്ററിൽ കൂടുതലൊന്നും വെള്ളം എന്തായാലും ഇപ്പോൾ പമ്പ് ചെയ്യുന്നില്ല. മാക്സിമം ഷട്ട് ഓഫ് 43 മീറ്ററിൽ വെള്ളം ഷട്ട് ഓഫ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഒരു പ്രാക്ടിക്കലി ഏറ്റവും നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു 37 മീറ്ററിൽ കൂടുതൽ ഈ പമ്പ് എന്തായാലും യൂസ് ചെയ്യാൻ പറ്റില്ല. ഈ സമയത്ത് എടുക്കുന്ന കറണ്ട് 9.1 ആമ്പിയറാണ്. ഇനി എല്ലാവരും ചോദിക്കാൻ സാധ്യതയുള്ളൊരു കാര്യം, ഒരു 1.5 HP മോട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1100 വാട്ട്സേ വരുന്നുള്ളൂ. പക്ഷേ അതെങ്ങനെയാണ് 11 ആമ്പിയർ 10 ആമ്പിയർ അല്ലെങ്കിൽ 12 ആമ്പിയറൊക്കെ കറണ്ട് എടുക്കുന്നത്? അതിന് കാരണം നമ്മളെല്ലാവരും കേട്ട് പരിശീലിച്ച ഈ പറഞ്ഞ വാട്ട്സ് എന്ന് പറയുന്നത് അതിൻ്റെ മെക്കാനിക്കൽ ഔട്ട്പുട്ടാണ്. എത്ര ഇലക്ട്രിക്കൽ ഇൻപുട്ട് എടുത്തു കഴിഞ്ഞാലാണ് ഈ ഒരു മെക്കാനിക്കൽ ഔട്ട്പുട്ട് തരാൻ പറ്റുന്നത് എന്നുള്ളത് അതിൻ്റെ നെയിം പ്ലേറ്റിൽ കൃത്യമായിട്ട് ആമ്പിയറിൻ്റെ രൂപത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. അതുകൊണ്ടാണ് നമ്മുടെ വാട്ട്സും അതേപോലെ തന്നെ ആ മോട്ടറിൽ കൊടുത്തിരിക്കുന്ന ആമ്പിയറും തമ്മിൽ മാച്ച് ആവാത്തത്. അപ്പോൾ ഇനി നിങ്ങൾക്ക് ഈ ഒരു CLS 90A എന്ന് പറയുന്ന പമ്പ് ഏതൊക്കെ രീതിയിൽ ഉപയോഗിക്കാൻ പറ്റും, അതിന് കിട്ടുന്ന പെർഫോമൻസ് എന്താണ്, കറണ്ട് എന്താണ്, ഏതൊക്കെ സൈറ്റുകളിൽ ഉപയോഗിക്കാൻ പറ്റും എന്നുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നിലവിൽ ഈ ഒരു വീഡിയോ പബ്ലിഷ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ വില 13,500 രൂപയുടെ അടുത്താണ്. ഇപ്പോഴത്തെ കോപ്പറിൻ്റെ റേറ്റ് വെച്ചിട്ട് ഇത് എപ്പോൾ വേണമെങ്കിലും മാറാവുന്നൊരു പ്രൈസാണ് ഞാൻ പറഞ്ഞത്. വീഡിയോ പബ്ലിഷ് ചെയ്ത സമയത്തുള്ളതാണ്. തീർച്ചയായിട്ടും ഇതേപോലെയുള്ള കൂടുതൽ വീഡിയോസ് കാണാനും എക്സ്പീരിയൻസ് കാണാനൊക്കെ ആയിട്ട് തുണ്ടത്തിൽ ട്രേഡേഴ്സ് എന്ന ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെടുന്നതിന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്